ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തി കുരുമുളകൊക്കെ ഇട്ട് പറ്റിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം കേട്ടോ. ഇതൊക്കെ ഉമ്മ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ മത്തി, ഞാൻ കൂട്ടൂല. ഉമ്മാക്കും ഷാമിനൊക്കെ നല്ല ഇഷ്ടമാണ്. ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്, ഒരു 10-15 ഉണ്ടാവും. അതുപോലെ തന്നെ വെളുത്തുള്ളി, കാന്താരി, പിന്നെ അതുപോലെ തന്നെ പച്ചക്കുരുമുളക്, ചെറിയൊരു കഷ്ണം തക്കാളി, പുളിക്ക്, ഇഞ്ചി, ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലും ഇതൊക്കെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും കുരുമുളകും അതുപോലെ തന്നെ കാന്താരിയും കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 4 ചെറിയുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് ഈ വീഡിയോ ഒക്കെ കുറേ ആയി എടുത്ത് വെച്ചിട്ട് വീഡിയോയുടെ നല്ല മടി കൊണ്ടാണ് കേട്ടോ. ഇനി വീഡിയോ ഡെയിലി ഇടണമെന്ന് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. മിക്സിയിൽ നിന്ന് ഞാൻ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൊത്തമ്പാരിപ്പൊടി ഇട്ട് 1/2 സ്പൂൺ വരെ കൊത്തമ്പാരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ പൊടികളും ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ മസാല എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പതച്ച് വരുന്ന സമയത്ത് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല, ചെറിയ മത്തിയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് കറിയൊന്നും വേണ്ട, നമുക്ക് വെറ്റിച്ചെടുക്കുന്നില്ലേ. അപ്പം കറിയായിട്ടൊന്നും കൂടുതൽ വേണ്ട, കുറച്ചൊരു തൊട് കറി പോലെയാണ് കേട്ടോ നമ്മൾ ആക്കിയിട്ടെടുക്കുന്നത്. മത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ മത്തി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മത്തിയല്ലേ, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടി എന്തൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ചട്ടി 2 സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താലും മതി. മത്തിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണക്കായി ഗ്രേവി ആയിട്ടുണ്ട്. ജസ്റ്റ് തൊട് കറി പോലെ വെറ്റിച്ചെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് കൂടുതലില്ല പോലെ തോന്നും, പക്ഷേ അങ്ങില്ല കേട്ടോ. ജസ്റ്റ് അത് ഇളക്കി നോക്കുമ്പോൾ അത്രയൊന്നും കറിയൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വരെ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചോറൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുരുമുളക് ഇട്ടിട്ട് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾ ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.